എല്ലാവർക്കും നമസ്കാരം. ജമീലാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഞാനിന്നുണ്ടാക്കാൻ പോകുന്നത് ശർക്കര ഉപ്പേരി, ശർക്കര വരട്ടിയത് എന്നൊക്കെ പറയും. ഇത് എല്ലാവരും ഉണ്ടാക്കുന്നതാണ് സ്ഥിരമായിട്ട്. പക്ഷേ മുസ്ലിങ്ങളിത് ഓണസദ്യയായിട്ടും ഓണ സ്പെഷ്യലായിട്ടും ഒക്കെ ഉണ്ടാക്കും. നമ്മൾക്കിത് എപ്പോഴും ഉണ്ടാക്കി നമുക്ക് എപ്പോൾ കട്ടൻ ചായക്ക് വേണമെങ്കിലും ഉണ്ടാക്കി കഴിക്കാവുന്നതാണ്. പിന്നെ ജമീലാസ് കിച്ചൺ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ അമർത്തുക. ഇനി നമുക്ക് വീഡിയോയിലോട്ടേക്ക് പോകാം. അതിന് വേണ്ടി എടുത്ത് വെച്ചിരിക്കുന്ന കായാണിത്. ഞാൻ 3 കായ് വെച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഈ പച്ചക്കായാണ് അതിന് വേണ്ടത്. ഇത് നമുക്ക് തൊലി കളഞ്ഞ് മുറിച്ച് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് വെള്ളത്തിലിട്ടിട്ടില്ലെങ്കിൽ ഒരു കറുപ്പ് കളർ വരും. അതുകൊണ്ടാണ് ഈ തൊലി കളഞ്ഞിട്ട് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. നമ്മൾ മുറിച്ചിടുമ്പോഴേക്കും കളറ് മാറിപ്പോവും. അതിന് വേണ്ടിയിട്ടാണ് ഈ വെള്ളത്തിലേക്ക് നാം ഇട്ട് കൊടുക്കുന്നത്. ഇത് ഓരോന്ന് നമുക്കിങ്ങനെ തൊലി പൊക്കിയെടുക്കാം. പിന്നെ എല്ലാവരും ചോദിക്കുന്നത് ഇതെന്താ കാണാത്തതെന്ന്. ഇത് എൻ്റെ അടുത്ത് ഫോണില്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇതിൻ്റെ മുമ്പേ പറഞ്ഞിരുന്നു. പൈസ കിട്ടിയിട്ട് വാങ്ങാമെന്ന് വിചാരിച്ച് നോക്കുമ്പോൾ പൈസ ഇട്ട് കിട്ടുന്നില്ല. കിട്ടാത്തത് എൻ്റെ കുഴപ്പം തന്നെയാണ്. സ്ഥിരമായിട്ട് ഇടാത്തത് കൊണ്ടായിരിക്കും. എപ്പോഴെങ്കിലും അല്ലേ ഇടുന്നുള്ളൂ. അതുകൊണ്ടായിരിക്കും പൈസ കിട്ടാത്തത്. പിന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. എന്നാലാണ് എനിക്ക് എത്രയും പെട്ടെന്ന് പൈസ കിട്ടിയിട്ടൊരു ഫോൺ വാങ്ങാൻ സാധിക്കുകയുള്ളൂ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഇനി നമുക്കിത് അല്പം മഞ്ഞൾപ്പൊടി വെള്ളത്തിലിട്ട് കൊടുക്കാം. ഇത് കളറിനൊന്നും വേണ്ടിയല്ല, ഇത് ആ കറ പോക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ ഒരു ഉപ്പ് പൊടി ഇട്ട് കൊടുത്താൽ മതി, അല്ലെങ്കിൽ മഞ്ഞൾപ്പൊടിയാണ് എത്രയും നല്ലത്. നമ്മൾ മുറിച്ചിടുമ്പോഴേക്ക് ആ കറയൊക്കെ നല്ലോണം ഇളകി വരും. അതിന് വേണ്ടിയിട്ടിട്ടതാണ്. പക്ഷേ ഇതിന് കളറിന് വേണ്ടിയിട്ടൊന്നുമല്ല. നമ്മളതിൽ ഓരോന്ന് മുറിച്ചിട്ട് കൊടുത്താൽ അത് കറ നല്ലവണ്ണം ഇളകി കിട്ടും. ഇങ്ങനെ 1/2 ഇഞ്ച് വണ്ണത്തിലാണ് മുറിച്ചിടേണ്ടത്. തീരെ കട്ടി കുറഞ്ഞ് മുറിച്ചിടരുത്. 1/2 ഇഞ്ച് വണ്ണത്തിൽ വേണം മുറിച്ചിടാൻ. ഇങ്ങനെ 2ആയിട്ടാണ് മുറിച്ചിടേണ്ടത്. ഇതൊക്കെ നിങ്ങൾ ശർക്കര ഉപ്പേരി വാങ്ങി കഴിക്കുമ്പോഴും പിന്നെ ഉണ്ടാക്കി കഴിക്കുന്നവരാണെങ്കിൽ അവർക്കൊക്കെ അറിയാമായിരിക്കും. അറിയാത്തവരുണ്ടെങ്കിൽ പറഞ്ഞു തന്നതാണ്. പിന്നെ ഇതെല്ലാവരും കണ്ടിട്ട് ഷെയർ ചെയ്യുകയും സപ്പോർട്ട് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയൊക്കെ വേണം. പിന്നെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുകയും വേണം. ഇത് ഈ മഞ്ഞ വെള്ളത്തിലിട്ടിട്ട് നല്ലവണ്ണം ഒന്ന് കഴുകിയിട്ട് നമുക്ക് എടുക്കാം. അപ്പോഴൊക്കെ ഈ കറയൊക്കെ പോകും. നല്ലവണ്ണം കഴുകിയാൽ ഇതിൻ്റെ കറയൊക്കെ പോകും. ഇത് ഞാൻ വേറെ വെള്ളം മാറ്റി വെച്ചതാണ്. നേരത്തെ വെള്ളമല്ല. ഇതിലേക്കിട്ട് നമുക്ക് വീണ്ടും ഒന്ന് കഴുകിയാൽ നല്ല വൃത്തിയായി കിട്ടും. അതിന് വേണ്ടിയിട്ടാണ്. കറയൊക്കെ നല്ലവണ്ണം പോയി കളറൊക്കെ മാറിക്കിട്ടും. ഇനി നമുക്കിത് അരിപ്പയിലേക്ക് ഊറ്റിയിട്ട് കൊടുക്കാം. ഇത് വെള്ളം ഊറ്റാൻ വെക്കാം. വെളിച്ചെണ്ണ ചൂടാകാൻ അടുപ്പത്ത് വെച്ചിരുന്ന് നമുക്ക് അതിലിട്ട് ഇത് വറുത്തെടുക്കാം. ഇത് ഞാൻ ചൂടായിട്ടൊന്ന് നോക്കാൻ ഇട്ട് കൊടുത്തതായിരുന്നു. ചൂടായിട്ടുണ്ട്. നമുക്കതിലേക്ക് കായ മുറിച്ചിട്ടൊക്കെ ഇട്ട് കൊടുക്കാം. ഇത് കുറേശ്ശെ ഇങ്ങനെ ഇട്ട് കൊടുത്ത് മതി. നല്ലവണ്ണം വെള്ളം ഊറ്റിയതിന് ശേഷം ഇട്ട് കൊടുത്താൽ മതി. ഇത് നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ഇത് നല്ലവണ്ണം ഇതെല്ലാം പൊങ്ങി വരുമ്പോൾ തീ കുറച്ച് വെച്ചാൽ മതി. ആദ്യം നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് കൊടുക്കണം. എന്നിട്ട് ഇത് മൊത്തം പൊങ്ങിങ്ങി വരും മേലോട്ടേക്ക്. അന്നേരം തീ കുറച്ച് വെച്ചിട്ട് പിന്നെ വേവിച്ചെടുത്താൽ മതി. അല്ലാതെ വെന്ത് കിട്ടില്ല. ഉള്ളു സ്പോഞ്ചായിട്ട് നിൽക്കും. ക്രിസ്പി ആയിട്ട് നമുക്ക് കിട്ടില്ല. ഇത് കുറേ സമയം എടുക്കും വെളിച്ചെണ്ണയിൽ നിന്ന് വറുത്ത് കോരാൻ. ഇപ്പോൾ ഞാൻ ഇത് മൊത്തം പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇത് ഞാൻ തീ കുറച്ചിട്ടാണിപ്പോൾ ഉള്ളത്. നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം ഇത് മൊത്തം പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഏറ്റവും തീ കുറച്ചിട്ടാണ് ഞാനിത് വേവിച്ചെടുക്കുന്നത്. ഇല്ലെങ്കിൽ നമുക്ക് ഇത് വേവാതെ ഉള്ളു സ്പോഞ്ച് പോലെ ആയിപ്പോവും. ഇതൊരുപാട് സമയം അടുപ്പത്ത് വെക്കേണ്ടി വരും. പെട്ടെന്ന് തന്നെ എടുക്കാൻ പറ്റില്ല. വറുത്ത കായൊക്കെ പൊരിച്ചെടുക്കുന്നത് നമ്മൾ കട്ടി കുറഞ്ഞിട്ടുള്ളത് കൊണ്ടാണ് പെട്ടെന്ന് എടുക്കാൻ പറ്റുന്നത്. ഇത് അതുപോലെ ഇത് വെന്ത് കിട്ടില്ല. നല്ല കിലുകിലി ശബ്ദം വരും. അന്നേരം നമ്മളൊന്ന് എടുത്ത് ഒന്ന് പൊട്ടിച്ച് നോക്കിയാൽ മതി. എന്നാൽ നമുക്ക് മനസ്സിലാവും.
ആ ശബ്ദം വന്നാൽ നമ്മൾ ചിലപ്പം പൊട്ടിച്ചു കൊടുത്താൽ ഉള്ളിൽ സ്പോഞ്ച് പോലെ ഉണ്ടാകും. റെഡിയായിട്ടില്ല, അല്പം കൂടി വേവാനുണ്ട്. നമുക്കങ്ങനെ നോക്കുമ്പോൾ മനസ്സിലാവും, പൊട്ടിക്കുമ്പോൾ ഉള്ളിൽ സ്പോഞ്ച് പോലെ ഉണ്ടായിരുന്നത്. ഇനി കുറച്ചുകൂടി സമയം വെച്ച് റെഡിയായി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇനി നമുക്കിത് കോരി മാറ്റാം. ബാക്കിയോടും ഇതുപോലെ നമുക്ക് പൊരിച്ചെടുക്കാം. ഇതാദ്യം നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മളിത് ഇട്ട് കൊടുത്തിട്ട് പിന്നെ സ്പീഡ് ലോ ഫ്ലെയിമിൽ വെച്ച് വേവിച്ചെടുത്താൽ മതി. ഇത് എല്ലാം നമ്മുടെ കായ വറുത്തതെല്ലാം റെഡിയായി ഇവിടെ എണ്ണ വരാൻ വെച്ചിട്ടുണ്ട്. ഇതാ ഇനി നമുക്ക് വെള്ളം ശർക്കര അടുപ്പത്ത് വെച്ച് കൊടുക്കാം. എൻ്റെ അടുത്തുള്ളത് വെള്ള ശർക്കരയാണ്, അതുകൊണ്ട് കളറ് അല്പം കുറവാണ്. കായ ഇതിന് ശർക്കര ഉപ്പേരി ഉണ്ടാക്കി കളറ് കുറവായിരിക്കും. ഇത് വെറും വെള്ള ശർക്കരയാണ്. ഇത് ഞാൻ ചിരകിയിട്ടതാണ് പെട്ടെന്ന് അലിഞ്ഞു വരാൻ വേണ്ടിയിട്ട്. ഇതിൽ ഒരു 3/4 കപ്പാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിന് ഈ 3 കായക്ക് റെഡിയായിട്ടുള്ള അളവാണ്. ഇനി അല്പം വെള്ളം ഒഴിച്ച് കൊടുത്ത് ഇത് ഉരുക്കിയിട്ട് നമുക്ക് അരിച്ചെടുക്കാം. അരിച്ച് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇത് ഉരുകി വന്നതിന് ശേഷം നമ്മുടെ ശർക്കര ഉരുകാറായിട്ടുണ്ട്. ഇത് നല്ലവണ്ണം ഉരുകി വന്നതിന് ശേഷം നമുക്കിത് വേറൊരു അരിപ്പയിൽ പാർന്ന് അരിച്ചെടുക്കാം. ഇത് ഉരുകാറായിട്ടുണ്ട്. ഇതിൽ പൂയും മറ്റേ പല കച്ചറകളും ഒന്ന് നോക്കാൻ വേണ്ടി നമുക്ക് ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് വേറൊരു പാത്രത്തിലേക്ക് അരിച്ച് പാരുന്നത്. എന്തെങ്കിലും കച്ചറകളുണ്ടെങ്കിൽ അരിപ്പയിലിങ്ങ് പോരും. അരിച്ച് ഇതിലേക്ക് ഒഴിച്ച് ഇനി നമുക്ക് ഇത് നല്ലവണ്ണം ഉരുക്കിയെടുക്കാം. ഇതൊരു ഒറ്റ നൂൽ പരുവമാകുന്നത് വരെ ഉരുക്കിയെടുക്കാം. ഇത് കുറച്ച് ഉരുകിയിട്ടുണ്ടെങ്കിൽ നമുക്കിതിൽ 1 സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഒറ്റ നൂൽ പരുവം കഴിഞ്ഞ് അല്പം കൂടി വെച്ച് നമുക്കത് ഓഫാക്കിയാൽ മതി. അപ്പോഴേക്കും റെഡിയായിട്ട് വരും. 2 നൂൽ പരുവമാകുമ്പോഴോ നമ്മൾ ഉരുക്കിയെടുക്കേണ്ടതില്ല. നമ്മൾ നോക്കുമ്പോൾ ഒറ്റ നൂൽ പരുവമായി കഴിഞ്ഞാൽ ഒരു അല്പം കൂടി അടുപ്പത്ത് വെച്ച് പിന്നെ ഓഫാക്കി കളഞ്ഞാൽ മതി. അത് പിന്നെ റെഡിയായിട്ടുണ്ടാകും എന്ന് കരുതാം. ഇത് വെള്ള കളറ് വെള്ളമാണ്, അതാണ് കളറ് കുറവ്. നല്ല ചുവപ്പ് കളറാണെങ്കിൽ നല്ല കളറ് കിട്ടും. ഇതായിട്ടുണ്ടോ എന്ന് നോക്കുന്നതാണ്. അതാ റെഡിയായി വരുന്നുണ്ട്. ഇനി നിങ്ങൾ കാണുമ്പോൾ തന്നെ അറിയാം ഇത് ഒറ്റ നൂൽ പരുവമായിട്ടുണ്ട്. ഇനി നമുക്കിതൊന്നും കൂടി ഇളക്കി ഇതിലേക്ക് കായ് ഇട്ട് കൊടുക്കാം. വറുത്ത് വെച്ചിരിക്കുന്ന ഇത് ചെരിഞ്ഞ് നല്ലവണ്ണം ഇളക്കി കൊടുക്കാം. തീ ഓഫാക്കിയിട്ടാണ് നമ്മളിത് ഇളക്കി കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് വേണ്ട പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ഇത് പെട്ടെന്ന് തന്നെ ഇളക്കി കൊടുത്തിട്ടില്ലെങ്കിൽ കട്ട പിടിച്ച് പോകും. അത് നല്ല ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചുക്ക് പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ ഏലക്കായിൻ്റെ പൊടി ഞാനൊരു നുള്ളാണ് ഇട്ട് കൊടുക്കുന്നുള്ളൂ. ചുക്ക് പൊടി 1 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഏലക്കായിൻ്റെ പൊടി വെറും 1 നുള്ള് മാത്രമാണ് ഇട്ട് കൊടുക്കുന്നുള്ളൂ. ഒരു 1/2 ടീസ്പൂൺ, ഒരു അര എത്തിയിട്ടില്ല, അത്ര ഒരു 1/4 ടീസ്പൂണോളം അത്രയല്ലേ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളൂ. അതുകൊണ്ട് അതിന് 1/4 ടീസ്പൂണോളം ജീരകപ്പൊടിയും നല്ല ജീരകത്തിൻ്റെ പൊടിയും 1 ടീസ്പൂൺ ചുക്ക് പൊടിയും 1 നുള്ള് ഏലക്കായിൻ്റെ പൊടിയും ഇതിനി നമുക്ക് നല്ലവണ്ണം കൂട്ടി യോജിപ്പിക്കാം. ആ ചുക്ക് പൊടിയുടെ ഒക്കെ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അതാണ് ഈ കായ വറുത്തതിന് മുമ്പിൽ നിൽക്കുന്നത്. ചുക്ക് പൊടിയുടെ ടേസ്റ്റാണ്, അതാണ് മുമ്പിൽ നിൽക്കുക. അതുകൊണ്ട് ജീരകം ഏലക്കായൊക്കെ കുറച്ച്. ഇത് ഞാൻ അല്പം വറുത്ത് വെച്ച അരിപ്പൊടി ഇട്ട് കൊടുക്കുന്നതാണ്. ഇത് നിർബന്ധമൊന്നുമില്ല. ഇതൊരു നല്ലൊരു ക്രിസ്പി ആയിരിക്കും ഈ അരിപ്പൊടി ഇട്ട് കൊടുത്താൽ. അതിന് വേണ്ടിയിട്ടാണ്. പിന്നെ നമ്മൾ ഉണ്ടയൊക്കെ ഇടിക്കുന്ന അരിപ്പൊടി വറുത്ത് പൊടിച്ചതുണ്ടെങ്കിൽ അത് ഇട്ട് കൊടുത്താൽ മതി. ഇത് രണ്ടും നിർബന്ധമൊന്നുമില്ല, വെറും ശർക്കര മാത്രം മതിയാവും. പിന്നെ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇത് ഇതാ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം, നല്ലവണ്ണം പൊട്ടുന്ന ഒക്കെ ഉണ്ട്.
ഇത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി കമൻ്റ് അറിയിക്കുക. ഇനി നമുക്കൊരു പുതിയ വീഡിയോയുമായി